NTPC പരീക്ഷയ്ക്ക് ഇതുവരെ കൃത്യമായി പഠിച്ചു തുടങ്ങാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്തവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ധൈര്യമായിട്ട് പോവാം. അത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു 100% പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 60% പേരും ആവറേജ് നിലവാരത്തിൽ അവരുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവരായിരിക്കും. ഇതിലൊരു 30% പേര് നല്ല ടൈറ്റ് ആയിട്ട് നമ്മുടെ ഈ ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരായിരിക്കും. ബാക്കി 10% വെറുതെ എന്തിനോ വേണ്ടി അപ്ലൈ ചെയ്തൊന്ന് പേരിന് പോയി ഒന്ന് അറ്റംപ്റ്റ് ചെയ്തേക്കാം എന്ന രീതിയിൽ ഇരിക്കുന്നവരായിരിക്കും. അപ്പൊ ഇതിലൊരു 30% വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവരാരും ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല. മറിച്ച് ബാക്കി വരുന്ന ഒരു 70% ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാലോ, ഇനി നമ്മുടെ മുന്നിൽ അധികം ദിവസങ്ങളില്ല. നിങ്ങൾ ഇനി എവിടെ നിന്നൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞാലും ശരി, എന്തൊക്കെ നോട്ടുകൾ കിട്ടിയെന്ന് പറഞ്ഞാലും ശരി, എവിടെ നിന്നൊക്കെ നിങ്ങളുടെ ഒരു ക്രാഷ് കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരിക്കലും ഈ ഒരു പരീക്ഷയിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ വരാനിരിക്കുന്ന NTPC പരീക്ഷ, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പരീക്ഷ, പോട്ടെ SSCയുടെ പരീക്ഷ, RRB പരീക്ഷ, ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ ആയിക്കോട്ടെ, അതിനെല്ലാം ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഈ അവസാന ദിവസങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിന് ഏറ്റവും നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. അതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, അതായത് നിങ്ങൾ കൃത്യമായ ധാരണ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, വേണ്ട, വിട്ടേക്ക്. പക്ഷേ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ഡെയിലി ഇനി ഓരോ ദിവസവും എടുക്കുക. അതായത് ഒരു ദിവസം നിങ്ങളുടെ ദിനചര്യയിൽ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ ഭാഗമായിരിക്കണം. ഈ മോക്ക് ടെസ്റ്റ് ഭാഗമാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഡെയിലി ഇതൊരു പ്രാക്ടീസ് പോലെ നമ്മൾ പോലും അറിയാതെ ഈ ഒരു NTPC പരീക്ഷയുടെ ട്രാക്കിലേക്ക് എത്തുന്നു എന്നതാണ് ഇതിന്റെ ഒരു വാസ്തവം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നു, നിങ്ങൾ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എനിക്ക് ഈ ആൻസർ ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നതെന്ന്. വേണ്ട, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ആൻസർ ഏതാണോ അത് മാർക്ക് ചെയ്യുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ഇത്രയും ദിവസമായിട്ടും എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ മതി, ഒരു കുഴപ്പവുമില്ല, ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ടെസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. ഏകദേശം നിങ്ങളുടെ 1 മണിക്കൂറോളം ആ ഒരു ടെസ്റ്റിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഫുൾ ലെങ്ത് ടെസ്റ്റുകളാണ് എടുക്കാൻ കേട്ടോ, ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയം ഇതിനു വേണ്ടി വിനിയോഗിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ടെസ്റ്റിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടെസ്റ്റുകൾ എടുക്കുന്നു. ഈ ടെസ്റ്റുകൾ എടുത്തതിന് ശേഷം ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ അനലൈസ് ചെയ്യാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു NTPC പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് എത്ര ചോദ്യങ്ങൾ ശരിയാക്കാൻ സാധിച്ചു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എനിക്ക് കറക്കി കുത്തി എത്ര ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ സാധിച്ചു, ഇതിൽ ഞാൻ ഗസ് വർക്ക് എടുത്ത് എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കാൻ സാധിച്ചു, ഇതിൽ ഓപ്ഷൻ എലിമിനേഷനിലൂടെ എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കാൻ സാധിച്ചു. ഇങ്ങനെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തി നിങ്ങളൊന്ന് കാറ്റഗറൈസ് ചെയ്യുക. ഒരു മാത്തമാറ്റിക്സിൽ ഇത്ര ക്വസ്റ്റ്യൻ എനിക്ക് കൃത്യമായിട്ട് 100% ഷുവറോട് കൂടി മാർക്ക് ചെയ്തു, അത് ശരിയാവുകയും ചെയ്തു. ഇനി 100% ഷുവറോട് കൂടി ഞാൻ മാർക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ തെറ്റാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്, എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത്. അങ്ങനെ നമുക്ക് പറ്റിയിട്ടുള്ള ശരികളും തെറ്റുകളും പക്കയായിട്ട് ഒരു മോക്ക് ടെസ്റ്റിലൂടെ അനലൈസ് ചെയ്യുക. ഓരോ ദിവസവും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ അവസാന ദിവസങ്ങളിൽ ഏതൊരു മെറ്റീരിയൽ വായിക്കുന്നതിനേക്കാളും ഗുണം ഇതിനുണ്ടാവും. ഉദാഹരണത്തിന് നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. അപ്പൊ നിങ്ങളിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റുകൾ എടുത്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ മോക്ക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു മോക്ക് ടെസ്റ്റിന് ശേഷം ഇതിന്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ആൻസറിന്റെ സൊല്യൂഷൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ GK ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബിളി ചോദിക്കാൻ സാധ്യതയുള്ള മാത്സ്, റീസണിങ്, അതുപോലെ ഈ വർഷം വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഒരു മോക്ക് ടെസ്റ്റ് സെറ്റ് ചെയ്ത് തരുന്നത്. അത് നമ്മുടെ ഏത് നല്ല മോക്ക് ടെസ്റ്റ് എടുത്താലും അങ്ങനെയായിരിക്കും. അപ്പൊ ഈ ആൻസർ കീയിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ണോടിച്ച് പോകുമ്പോൾ വരാൻ പോകുന്ന NTPC പരീക്ഷയുടെ ഒരുപാട് നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് നേരത്തെ തന്നെ അറ്റംപ്റ്റ് ചെയ്ത ഒരു പ്രാക്ടീസ് ഉണ്ടാകും. കൂടാതെ ആ ഒരു ആൻസർ കീ വായിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യന്റെ ആൻസറുകളെല്ലാം വളരെ പെട്ടെന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തും. അപ്പൊ മറക്കരുത്, വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു പുസ്തകവും വായിക്കാൻ നിൽക്കരുത്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരോടും അതുപോലെ തന്നെ ആവറേജ് നിലവാരത്തിൽ മാത്രം പഠിച്ചിട്ടുള്ളവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പരീക്ഷയിൽ ഒരു ടോപ്പർ ആവാൻ ഇനി സാധിക്കില്ല. പക്ഷേ ഈ ഒരു രീതി നിങ്ങൾ പിന്തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന NTPC ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ഇപ്പൊ നിങ്ങൾ ഈ പ്രോസസ്സ് ഡെയിലി എക്സാമിനേഷന്റെ അന്നത്തെ ദിവസം വരെ നിങ്ങൾ ചെയ്തു നോക്കുക.
എക്സാമിനേഷന്റെ തലേന്ന് വരെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. ആ ഒരു മൈൻഡ് സെറ്റ് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വരാനിരിക്കുന്ന NTPC പരീക്ഷകൾക്ക് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ NTPC പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കണോ? നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഒരു തേജസ് ബാച്ച് റണ്ണിംഗ് ആണ്. അതായത് 1 വർഷത്തോളം വാലിഡിറ്റി ഉണ്ട്. അടുത്ത NTPC വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇനി മോക്ക് ടെസ്റ്റുകളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് വെറും 250 രൂപ മാത്രം മുടക്കിയുള്ള ഒരു ടെസ്റ്റ് ബാക്ക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ഈ ഒരു ടെസ്റ്റ് ബാക്കിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ഈ മോക്ക് ടെസ്റ്റ് ഓരോ ദിവസവും എടുത്താൽ മതി, നിങ്ങൾ നല്ലൊരു കോമ്പറ്റേറ്റീവ് സ്റ്റേജിലേക്ക് എത്താനായിട്ട് പറ്റും. അതല്ല, വരാൻ പോകുന്ന NTPC പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ? ഈ ഒരു ടെസ്റ്റ് ബാക്ക് നമ്മുടെ NTPC തേജസ് ബാച്ചിനൊപ്പം ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുള്ളത് നമ്മുടെ ഫ്രീ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. കൂടാതെ എന്ത് സംശയങ്ങൾ വന്നു കഴിഞ്ഞാലും ശരി, നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. 8281223366 ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പൊ മറക്കരുത്, NTPCക്ക് ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്, തോറ്റു കൊടുക്കരുത്, തോൽക്കാനുള്ള മനസ്സുണ്ടാവരുത്. ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്തോളാം, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ഉറപ്പ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.